ഫാദർ സ്റ്റാൻ സ്വാമിയെ ജയിലിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റാനും ആരോഗ്യസ്ഥിതി പരിശോധിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനും മുംബൈ ഹൈക്കോടതി നിർദ്ദേശം. വെള്ളിയാഴ്ച പരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മുംബൈ ജെ ആശുപത്രി അധികൃതർക്കും കോടതി നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നിന്ന് മുംബൈ തലോജ ജയിലിലേക്ക് മാറ്റിയതിന് പുറകെയാണ് മുംബൈ ഹൈക്കോടതി നിർദ്ദേശം. ഇടക്കാല ജാമ്യം നിഷേധിച്ച NIA പ്രത്യേക കോടതിയുടെ തീരുമാനത്തിനെതിരായ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു വയോധികനായ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ആരോഗ്യസ്ഥിതിയിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ ജസ്റ്റിസ് SJ കാത്വെല്ല, ജസ്റ്റിസ് സുരേന്ദ്ര ടാവേട്ട് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. ഫാദർ സ്റ്റാൻ സ്വാമിയുടെ പരിശോധനയ്ക്കായി വിദഗ്ധ ഡോക്ടർമാരുടെ സമിതി രൂപീകരിച്ചു. വെള്ളിയാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ഉത്തരവിട്ടു. നാളെ ഉച്ചയോടെ ഫാദർ സ്റ്റാൻ സ്വാമിയെ ജെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് മുംബൈ തലോജ ജയിൽ അധികൃതരോടും കോടതി ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച വീഡിയോ കോൺഫറൻസിലൂടെ കോടതിയിൽ ഹാജരാക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ഗുരുതരമായ രോഗാവസ്ഥയിലുള്ള ഫാദർ സ്റ്റാൻ സ്വാമിയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. ഫാദർ സ്റ്റാൻ സ്വാമിയെ കഴിഞ്ഞ ദിവസം ജെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി വീണ്ടും തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. നിരപരാധിയായ ഫാദർ സ്റ്റാൻ സ്വാമിയെ കള്ളക്കേസിൽ കുടുക്കുകയായിരുന്നെന്ന ആരോപണങ്ങൾക്കിടെയാണ് കോടതി ഹർജി പരിഗണിക്കുന്നത്. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് NIA രജിസ്റ്റർ ചെയ്ത ഭീമ കൊറേഗാവ് കേസുമായി ബന്ധപ്പെട്ടാണ് ഫാദർ സ്റ്റാൻ സ്വാമിയെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി NIA കടുത്ത എതിർപ്പുയർത്തിയതിനെ തുടർന്ന് കോടതി ജാമ്യാപേക്ഷ പലപ്പോഴും തള്ളുകയായിരുന്നു. അതേസമയം ഇതേ കേസിൽ അറസ്റ്റിലായ 80-കാരനായ വരവര റാവുവിന് ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് മുംബൈ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഷെക്കീന ന്യൂസ് ബ്യൂറോ, മുംബൈ.